അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ വർക്കല, അഞ്ചുതെങ്ങ്, ഇടവ തീരങ്ങളിലും അടിഞ്ഞു. ഒഴിഞ്ഞ നിലയിലാണ് കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞത്. ഈ കണ്ടെയ്നറുകളിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിലടക്കം അടിയുകയാണ്. വർക്കലയ്ക്ക് പിന്നാലെ അഞ്ചുതെങ്ങിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. വർക്കല മാന്ത്ര ബീച്ചിൽ പാറയിടിക്കലടിഞ്ഞത് കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. കണ്ടെയ്നർ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് സാധനങ്ങൾ നഷ്ടപ്പെട്ട നിലയിലും. അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും കണ്ടെയ്നർ തുടരുത്, അടുത്തു പോകരുതെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല, ഇടവ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അഞ്ചുതെങ്ങ്, മാമ്പള്ളി, മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറിലെ പാഴ്സലുകളും ഒഴുകി നടക്കുന്നതായാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചത്. ഉപ്പുകല്ലുകൾ പോലെയുള്ള വസ്തുക്കൾ തീരത്ത് വെള്ള നിറത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പാപനാശം തീരത്ത് ഒഴുകി നടന്ന പൊളിഞ്ഞ കണ്ടെയ്നർ വർക്കല ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്ന് കയറുകെട്ടി കരയിലേക്ക് വലിച്ചു കയറ്റി. ഒരു 6:30 മുതലാണ് പാപനാശം ബീച്ചിൽ ഇങ്ങനെയുള്ള കണ്ടെയ്നറും പിന്നെ കുറേ ചാക്കുകളും കുറേ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതികളെല്ലായിട്ട് ഉള്ളത് ഈ തീരത്ത് വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇപ്പോൾ തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ആ ചാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു വന്നിട്ടുള്ളതാണെന്ന് അറിയില്ല. ഒരു വെളുത്ത തരത്തിലുള്ളൊരു ഉപ്പ് പോലെയുള്ളൊരു സാധനം തീരത്ത് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ മൊത്തം ആശങ്കയിലുണ്ട്. ഒത്തിരി പേര് പാപനാശത്തിന് ബലിയിടാനായിട്ട് വരുന്നതാണ്. അവർക്കൊക്കെ എന്താണിത് ഈ തീരത്തിങ്ങനെ പരന്നു കിടക്കുന്നതെന്ന് അറിയില്ല. എല്ലാവരും ഒരു ഭീതിന്റെ ഇതിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാപനാശത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇങ്ങനെ തീരത്തുനിന്ന് അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അതിനുള്ളൊരു പിന്നെ ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കണം. അങ്ങനെ ഒന്നും കാണുന്നില്ല. വളരെ അനാഥമായി കിടക്കുവാണ്. കണ്ടെയ്നർ ഭീഷണി നിലനിൽക്കെയാണ് വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതിൽ ആശങ്ക ഉയരുന്നത്. ബലിതർപ്പണത്തിനായി കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന ജനങ്ങളും ആശങ്കയിലാണ്. വർക്കല ടൂറിസം പോലീസ് ഉച്ചഭാഷിണിയിലൂടെ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.